നമസ്കാരം. മാംഗോ മൈക്ക് എൻ്റർടൈൻമെൻറ്റ് ഒരു പുതിയ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. വോയിസ് ഓഫ് വിക്ടറി. ജീവിത വിജയം കൈവരിച്ച വ്യക്തികളുടെ വാക്കുകൾ, നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാകാവുന്ന അവരുടെ ഉപദേശങ്ങൾ, മൊഴികൾ, അത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ. ഈ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യമായി കിട്ടിയിട്ടുള്ളത് മലബാറിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും ജ്വല്ലറി രംഗത്ത് ഉദിച്ചു നിൽക്കുന്ന സഫാഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ശ്രീ KTMM സലാം സാറിനെയാണ്. ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ സലാം സാറിനെ ഈ വോയിസ് ഓഫ് വിക്ടറിയുടെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. സ്വാഗതം. സഫ എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഉറുദു വാക്കാണല്ലേ? അറബിക്കാണ് അതിൻ്റെ. അറബിക്കാണല്ലേ? പ്യൂരിറ്റി, ഇതൊക്കെ അതിൻ്റെ അർത്ഥം. ശരിക്കും ഒരു ജ്വല്ലറിക്ക് പറ്റിയ പേര് തന്നെയാണ് പ്യൂരിറ്റി. ജ്വല്ലറിക്ക് വേണ്ടതും അത് തന്നെയാണല്ലോ. സത്യം അത് ആ ഒരു പേര് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് അതിൻ്റെ വിജയത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പ്യൂരിറ്റി, സഫ എന്നുള്ള പേര് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ജ്വല്ലറി എന്ന രംഗത്തേക്ക് വരാനുള്ള കാരണം? അല്ലെങ്കിൽ ഇതൊരു പാരമ്പര്യമായിട്ടുള്ളതാണോ അതോ ഇതൊരു നിമിത്തമായിട്ട് വന്നു ചേർന്നതാണോ ഈ ഒരു ജ്വല്ലറി എന്ന ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരാൻ കാരണം എന്താണ്? ജീവിതം ബിസിനസ്സിലാണ്, എങ്ങനെയാണ് അതിലേക്കൊരു തുടക്കം വന്നത്? ഇതിൽ ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് സഫ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആ പേരിൽ നിന്ന് ഉദയം ചെയ്ത ആ ഒരു സ്ഥാപനം എങ്ങനെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. എന്നുവെച്ചാൽ ആ പേര് തന്നെ ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സഫ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി, പ്യുവർ, അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അപ്പോൾ ആ നിലക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പേര് വളരെ അന്വർത്ഥമായിരുന്നു എന്നുള്ളത് നമ്മളത് പ്രൂവ് ചെയ്തു. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജ്വല്ലറി മേഖലയിൽ ഗോൾഡാണല്ലോ അതിൽ മുഖ്യമായിട്ടുള്ളത്. അതിനകത്ത് അതിൻ്റെ പ്യൂരിറ്റി വളരെ പ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള പ്യൂരിറ്റി ഇതാണ്. അപ്പോൾ ആ നിലക്ക് ഗ്രൂപ്പ് അതിൻ്റെ തുടക്കത്തിൻ്റെ 1-ാം തീയതി മുതൽക്ക് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തി, ജനങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു ചെറിയ ഒരു ജ്വല്ലറി മേലാറ്റൂരിൽ 1990-ലാണ് അതിന് തുടക്കം. ഇന്നിപ്പോൾ 35 വർഷമായി. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതും കൂടി പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ പേര് എത്രത്തോളം ആളുകളുടെ മനസ്സിൽ കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ആ പേരിനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ജമ്മൻ ജ്വല്ലറി മേഖലയിൽ ഇപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാനിലാണ് പലതിലും. അപ്പോൾ ഇന്നിപ്പോൾ 17 റീറ്റെയിൽ സ്റ്റോറുകളുണ്ട് സഫ ഗ്രൂപ്പിന്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇപ്പോൾ UAE-യിൽ ദുബായിലും അബുദാബിയിലും ഒക്കെ നമ്മുടെ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യയിലും നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ചില കേരളത്തിൽ പുറമെ മറ്റ് സ്റ്റേറ്റുകളിലും നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റീറ്റെയിൽ മേഖലയിൽ സഫ എന്നുള്ള ബ്രാൻഡിലും അതുപോലെ തന്നെ ക്ലാരസ് എന്ന ബ്രാൻഡിലും ഇപ്പോൾ 17 സ്റ്റോറുകൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മൻ ജ്വല്ലറി മേഖലയിൽ ഹോൾസെയിൽ നമ്മൾ തൃശ്ശൂർ കേന്ദ്രമായിട്ട് ഹോൾസെയിൽ നടത്തുന്നുണ്ട്. പിന്നെ B2B ജ്വല്ലേഴ്സിന് ജ്വല്ലറി കൊടുക്കുന്ന സംവിധാനം അത് നമ്മൾ കേരളത്തിൻ്റെ കൂടാതെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ മാനുഫാക്ചറിങ് അതിൽ ഹോൾസെയിൽ അതിൻ്റെ ജ്വല്ലേഴ്സിന് ജ്വല്ലറി കൊടുക്കുന്ന അത് ഇപ്പോൾ നമ്മൾ ദുബായിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റീറ്റെയിലിന് പുറമെ. പിന്നീട് നമ്മൾ ചെയ്താണ്ടിപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാനുഫാക്ചറിങ്, ആഭരണ നിർമ്മാണ രംഗത്തും തന്നെ നമ്മൾ നാട്ടിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള
മെഷീനറീസൊക്കെ ഉപയോഗിച്ച് വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ AI സാങ്കേതിക വിദ്യ എങ്ങനെയൊക്കെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ള അന്വേഷണത്തിലാണ് നമ്മളെ ടീം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ആലോചിക്കാൻ കഴിയുന്നത് വെച്ചാൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു അതിൽ തന്നെ ഇപ്പോൾ ഈ എന്തുകൊണ്ട് ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലക്ക് കൂടി അതിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ ഗ്ലോബലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പ്ലാൻ ഉണ്ട്. സൗദി അറേബ്യയിലെ വലിയൊരു പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ഒരു പണിപ്പുരയിലാണ് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ ജർമ്മൻ ജ്വല്ലറി മേഖലയിൽ റീറ്റെയിലിലും ഹോൾസെയിലിലും മാനുഫാക്ചറിങ്ങിലും നമ്മൾ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെർട്ടിക്കലാണ് ജർമ്മൻ ജ്വല്ലറി മേഖലയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി എന്ന് പറയുന്ന സ്ഥാപനം. അത് ഇന്ന് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്ഥാപനം എന്ന് പറയാവുന്ന തലത്തിലേക്ക് അത് വളർന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നുള്ള പദവി കിട്ടിക്കഴിഞ്ഞു. അത്രയും സീരിയസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാറ്റിനോടും വളരെ സീരിയസ് മീൻസ് വളരെ ഗൗരവത്തോടു കൂടി ആണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ നന്നായി പഠിച്ച് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ കാലത്തും വരുന്ന മാറ്റങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേവലമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ജർമ്മൻ ജ്വല്ലറി മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ റിസർച്ച് വിങ് ഉണ്ട്. വലിയ എക്സ്പേർട്ട് എൻഗേജ് ചെയ്തുകൊണ്ടുള്ള വലിയ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ തന്നെ അതിൻ്റെ ഇൻപുട്ടിൻ്റെ ബേസിലാണ് നമ്മൾ പല തീരുമാനങ്ങളും എടുത്തു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ AI സാങ്കേതിക വിദ്യയിലേക്ക് തന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ നിലക്ക് ഇതിലേക്കൊക്കെ തന്നെ നമ്മളിങ്ങനെയൊക്കെ തന്നെ വലിയൊരു വളർച്ച എന്നും പറയാൻ പറ്റില്ല. നമ്മളെക്കാൾ നന്നായിട്ട് വളർന്നിട്ടുള്ള, പക്ഷെ നമ്മൾ വ്യത്യസ്തമായി വ്യതിരിക്തമായിട്ടുള്ളൊരു റോഡിലൂടെ സഞ്ചരിച്ച് കൊണ്ട് നമുക്ക് പിന്നെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ആ വളർച്ചയ്ക്കുടെ നിദാനം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ പ്യൂരിറ്റിയാണ്. അത് ആ പ്യൂരിറ്റിയാണ് അതിൻ്റെ പ്രൊഡക്റ്റിലും സർവീസിലും നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില നിലപാടുകളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ശരിക്കും സഫയുടെ മാത്രം ഒരു പ്രത്യേകത തന്നെയാണല്ലേ ശരിക്കും അത് പറയാമല്ലേ? വേറെ ഒരു ജ്വല്ലറി ആ രംഗത്ത് അങ്ങനെ ഒന്നുണ്ടോ സംശയമാണ് അല്ലേ? ജ്വല്ലറി മേഖലയിലുള്ളവർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ സഫയുടെ മാത്രം ഒരു. അപ്പോൾ അത് എവിടെയൊക്കെയാണ് ജ്വല്ലറി അതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ അതിൻ്റെ തുടക്കം 2015 അതായത് 10 കൊല്ലം മുമ്പ് പിന്നെ മലപ്പുറത്തെ ഒരു ഇങ്കൽ എജുസിറ്റി ഉണ്ടല്ലോ, ഈ മലപ്പുറത്തുള്ള ഇങ്കൽ എജുസിറ്റിയിൽ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോൾ പറഞ്ഞല്ലോ, അത് 10 കൊല്ലം മുമ്പാണ്. അന്ന് അങ്ങനെ ഒരു മാതൃകയില്ലാതെയാണ് നമ്മളതിന് തുടക്കം കുറിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നമ്മളങ്ങ് മുന്നോട്ട് പോകുമ്പോൾ ഇൻഡസ്ട്രിയിലെ എല്ലാ വെർട്ടിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റീറ്റെയിലും ഹോൾസെയിലും പിന്നെ മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില സ്കിൽ ഗ്യാപ്പുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ മാനുഫാക്ചറിങ്, ആഭരണ നിർമ്മാണം എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള വലിയ പിന്നെ ഒരു ഏരിയയാണ്. ഇത് പിന്നെ ആഭരണം നിർമ്മിക്കുക എന്നുള്ളത് അത് നമ്മുടെയൊക്കെ തന്നെ പരിസരത്ത് നിങ്ങൾക്കറിയാം, അത് ഗോൾഡ് സ്മിത്തുകളായിരുന്നു. അത് പാരമ്പര്യമായിട്ട് കുലത്തൊഴിലായിട്ട് നടത്തിയിരുന്ന വലിയ ഒരു ഇൻഡസ്ട്രി പോലെ ആയിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പോലെയൊക്കെയുള്ളിടത്ത് വലിയ കൂട്ടായ്മകൾ ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിന്നെ നല്ല കഴിവുള്ള ആളുകൾ നടത്തിയിരുന്നായിരുന്നു. പക്ഷേ ക്രമേണ അവർ നിഷ്ക്രമിച്ചു പോയി ഈ മേഖലയിൽ. എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ അവരിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഗോൾഡ് സ്മിത്തുകൾ ഉണ്ട്, ഒറ്റപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. പക്ഷേ അന്നത്തെ പോലെ അതൊരു സ്കിൽ ഗ്യാപ്പായിരുന്നു. എന്നാൽ ഒരു കുലത്തൊഴിൽ പതുക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയി. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ അത് ഈ ഇൻഡസ്ട്രികളിലെ എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി. അത് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഒരു കൾച്ചറിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടാതെ വരുന്നു, അതിന് തക്ക രൂപത്തിൽ ആളുകളില്ലാതെ വരുന്നു ഒക്കെ വന്നപ്പോൾ അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണമല്ലോ. അത് നമ്മുടെ നാട്ടിലെ ഒരു സ്കില്ല് മേഖല ഇല്ലാതെ ഇപ്പോൾ അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണം. അതൊരു ഗ്യാപ്പായിരുന്നു. ആ ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ തന്നെയാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ
ജ്വല്ലറിയെ, ആഭരണങ്ങളെ അല്ലെങ്കിൽ ജ്വല്ലറി ബിസിനസ്സിനെ തന്നെയും നിർണ്ണയിക്കുന്നതാണ് ഡിസൈൻ. അത് ഏറ്റവും നല്ല ഡിസൈൻ ആര് കൊണ്ടുവരുന്നു എന്നുള്ളത് വെച്ചാൽ അവിടെയാണ് ബിസിനസ് ഉള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് അത് ഈ ഡിസൈൻ നിങ്ങൾക്കറിയാലോ, ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെ കൾച്ചറുകളുണ്ട്, അതൊക്കെയാണ് ഡിസൈനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓരോരോ പ്രദേശത്തിന്, ഓരോരോ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഓരോരോ പ്രത്യേകമായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഓരോ ജെൻഡർ മീൻസ് ഇപ്പോൾ പുരുഷന്മാർക്ക്, സ്ത്രീകൾക്ക്, ഇതിലൊക്കെ വ്യത്യസ്തമായ ഡിസൈനുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓരോ പ്രായം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാർക്ക് അവരുടേതായ അങ്ങനെ ഉള്ള ഒരു ഡിസൈന് തന്നെ നിർണ്ണയിക്കണം. ആഭരണങ്ങൾ ഏതെടുക്കണം എന്ന ആളുകൾ തീരുമാനിക്കുന്നിടത്ത് ഡിസൈൻ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പം എന്താ വെച്ചാൽ ഈ ഡിസൈന് ഡിസൈനേഴ്സ് നമ്മുടെ നാട്ടിൽ ഇല്ല, അത്രത്തോളം പരിചിതമല്ല. ആളുകൾ നല്ല കഴിവുള്ള ആളുകൾ ഒറ്റയും കൂട്ടായിട്ടൊക്കെ തന്നെ ഡിസൈനുകൾ ഉണ്ടാക്കി പോകും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ, ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിനെ പുറത്തുള്ള സ്വാധീനങ്ങൾ കയറി വരുന്നത്. അത് എന്തുണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ തനതായ കൾച്ചറിനെ ബാധിക്കുന്ന ഒരു തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ആണെങ്കിൽ ഗ്ലോബലി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ തന്നെ ഇവിടെയുള്ള കഴിവുള്ള നല്ല കാലിബറുള്ള ചെറുപ്പക്കാർക്ക് ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നമ്മൾ 4 കോഴ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ അത് ഈ ഇൻഡസ്ട്രിയിലെ വലിയ ഗ്യാപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ്വല്ലറി മാനുഫാക്ചറിങ്, പിന്നെ ഈ ജ്വല്ലറി ഡിസൈനിങ്, അതുപോലെ തന്നെ ജമ്മോളജി. സാധാരണഗതിയിൽ നല്ല ഈ മേഖലയിൽ ജം ആൻഡ് ജ്വല്ലറി മേഖലയിൽ നന്നായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് പോലും ഈ ജമ്മോളജിയെ കുറിച്ചിട്ട് വേണ്ടത്ര അവഗാഹമില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കാനുള്ള സംവിധാനം. അതോടൊപ്പം തന്നെ ജ്വല്ലറി മാനേജ്മെൻറ്റ്, അത് ഈ ഇൻഡസ്ട്രിയിലുള്ള പ്രത്യേകിച്ച് റീറ്റെയിലേഴ്സ് ഒക്കെ തന്നെ വല്ലാണ്ട് സഫർ ചെയ്തിരുന്നതാണ്. നല്ല നോളജുള്ള പഠിച്ച ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിച്ച, ഇപ്പോൾ ഗോൾഡിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായി പഠിച്ചാൽ മാത്രമേ അത് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. അത്രത്തോളം പഠിക്കാനുണ്ട് ആ വിഷയം. പക്ഷേ എന്താ വെച്ചാൽ എല്ലാ ജ്വല്ലേഴ്സും സഫർ ചെയ്തിരുന്ന അവിടെ നിന്നാണ് ആളുകൾ, ഇതൊന്നും പരിചയമില്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഇൻഡസ്ട്രി നടന്നു പോയിരുന്നത്. അതെന്താ വെച്ചാൽ ഈ ജ്വല്ലറി ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ടാസ്ക്കായിരുന്നു. ഒരാളെ എടുത്ത് പരിശീലിപ്പിച്ച് വരുമ്പോൾ 2 കൊല്ലം ഒക്കെ ആയിട്ട് വരും. ഒരാളൊന്ന് ഏറെക്കുറെ ഒരു ഇതിനകത്തിൽ നോളജൊക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ പോകും. അപ്പോൾ ഇങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ ജ്വല്ലേഴ്സിന് വലിയൊരു പ്രശ്നമായിരുന്നു ഇത് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ജ്വല്ലറി മാനേജ്മെൻറ്റ് പറഞ്ഞാൽ വേറെ തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ് എന്നുള്ളത് എനിക്ക് ആ നിലക്കും. അങ്ങനെ ഇതിനകത്ത് 4 കോഴ്സുകൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എടുത്തിട്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജ്വല്ലറി ഡിസൈനിങ്, അതുപോലെ തന്നെ ജ്വല്ലറി മാനുഫാക്ചറിങ്, ജമ്മോളജി, അതുപോലെ തന്നെ ജ്വല്ലറി മാനേജ്മെൻറ്റ്, ഈ 4 കോഴ്സുകളും അവിടെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ മലപ്പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് തുടങ്ങി. പിന്നീട് എന്താ സംഭവിച്ചു വെച്ചാൽ നമുക്ക് പുറത്തേക്കൊക്കെ തന്നെ പലതരത്തിലുള്ള ആവശ്യങ്ങൾ വന്നു. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ അപ്രൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഗോൾഡ് അപ്രൈസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഈ ഉണ്ട്. അപ്പോൾ ഉദാഹരണം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇവർക്ക് ഈ ഗോൾഡ് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ ആളുകൾ വീട്ടിൽ വരുമ്പോൾ അത് പരിശോധിക്കണം, അതിൻ്റെ പ്യൂരിറ്റി ഇതൊക്കെ പരിശോധിക്കണം. അപ്പോൾ അത് അപ്രൈസ് ചെയ്തിട്ട് വേണം അത് എടുക്കാൻ. അപ്പോൾ അത് ഇപ്പോൾ ഗവൺമെൻറ്റിന് അതിന് നിഷ്കർഷ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇത് പഠിച്ച ആളുകളെ തന്നെ അത് അപ്രൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ ബാങ്കുകൾ ഇതിനകത്തേക്ക് ഇതിനുള്ള കഴിവുള്ള ആളുകളെ എവിടെ സർട്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിൽ നമ്മൾ മുമ്പിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും ഉള്ള ട്രെയിനിങ്, ഇപ്പോൾ ബാങ്ക് മാനേജേഴ്സ് അതിൽ വരും, അപ്രൈസ് ചെയ്യുന്ന ടീം വരും, അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ടിംഗ് കൈകാര്യം ചെയ്യുന്ന അതോറിറ്റീസ്, ഇവർക്ക് ഇങ്ങനെ ഒരു ബാങ്കിലൊക്കെ 2-3 ആളുകളൊക്കെ തന്നെ ഇതിൽ ട്രെയിനിങ് ആവശ്യമായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിനിങ് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നടത്തി. അപ്പോൾ അത് ചെറിയൊരു മൊഡ്യൂൾ വെച്ചിട്ടുള്ളൊരു കോഴ്സാണത്. പക്ഷേ എന്താ സംഭവിച്ചാൽ എല്ലാ ബാങ്കുകൾക്കും ഇത് ആവശ്യമായി വന്നു. അപ്പം നാഷണലൈസ്ഡ് ബാങ്കുകൾ എല്ലാവരും ഇത് ആവശ്യമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിക്കാൻ തുടങ്ങി.
അങ്ങനെ ഇപ്പോൾ ഒരു ടീം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ അപ്രൈസർ കോഴ്സിന് വേണ്ടിയിട്ട് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ട് ബാങ്കുകളെ പിന്നെ അവരുടേതായിട്ടുള്ള പ്രമൈസസിൽ പോയിട്ട് നമ്മൾ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ എൻ്റെ അടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പിന്നെ ഏറ്റവും കൂടുതൽ ബാങ്കുകൾക്ക് ഈ ഒരു പിന്നെ അപ്രൈസർ കോഴ്സ് ചെയ്തതിൻ്റെ ഒരു അംഗീകാരം. അത് ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ അത് ഏതാണ്ട് 10,000-ഓളം പേർക്ക് ബാങ്ക് പിന്നെ മാനേജേഴ്സിന് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവർ നോക്കിയാൽ കാണും നിങ്ങൾക്ക്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പാൻ ഇന്ത്യ ഒരു ഇതിനകത്തേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിൽ നിന്ന് പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വന്നിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത്. അതിന് പുറമെ നല്ല ഫാക്കൽറ്റീസ് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ അഡ്വൈസറി ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത് എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളത് പഠിച്ച് അത് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ വിചാരിക്കാത്തൊരു തലത്തിലേക്ക് അത് പോയി. അപ്പോൾ അതിൽ ഗുണമുണ്ടായതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പിന്നെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് കിട്ടി. എന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മൾ 2015 ഇത് തുടങ്ങുമ്പോൾ അന്നത്തെ ദെൻ സെൻട്രൽ സ്കിൽ മിനിസ്റ്റർ ഡോക്ടർ രാജീവ് പ്രതാപ് റൂഡി അദ്ദേഹത്തിന് ഈ മെസ്സേജ് കൊടുത്തപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ കേരളത്തിൽ മലപ്പുറത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട് ജമൻ ജ്വല്ലറി ഇതിലെന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം സ്കിൽ മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യത്തോടു കൂടി അദ്ദേഹം മലപ്പുറത്ത് വന്നു. അങ്ങനെ അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല തരത്തിലുള്ള സ്കീമുകളിലും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ അവർക്ക് പ്രത്യേകമായിട്ട് തന്നെ പിന്നെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടുള്ള പരിശീലന പരിപാടികളൊക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നടത്താനുള്ള സൗകര്യങ്ങൾ കിട്ടി. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ അസാപ്പ് കേസ് പോലെയൊക്കെയുള്ള സ്കില്ലിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടുന്ന് തന്നെ കുട്ടികളെ പ്രത്യേകിച്ച് അവർക്ക് ഫീസൊന്നും ഇല്ലാതെ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തി. ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ഈ ഗവൺമെൻറ്റുകളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് കിട്ടി. അതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ജമൻ ജ്വല്ലറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബിഗ് ഇൻഡസ്ട്രിയാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ GDPയിൽ ഏതാണ്ട് 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ജമൻ ജ്വല്ലറി സെക്ടർ. ഇത്രയും വലിയ ഒരു സെക്ടറിലെ പിന്നെ ഈ ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ബിഗ് ഇൻഡസ്ട്രി നമ്മളെ ആക്സെപ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുമ്പോൾ അവിടുന്ന് പാസ്സാകുന്ന കുട്ടികൾ അവരെ നേരെ ജോലി കൊടുക്കാൻ ഈ ഇൻഡസ്ട്രി തയ്യാറായി. അതായത് കോർപ്പറേറ്റ് ജ്വല്ലേഴ്സും ഈ മേഖലയിലുള്ള പിന്നെ വലിയ ബിഗ് പ്ലെയേഴ്സ് ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസ് ആൻഡ് ജ്വല്ലറിയിൽ നിന്ന് കുട്ടികൾ അവിടെ ഇന്ന് വലിയ ശമ്പളത്തോട് കൂടിയിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വലിയ പ്രൊഫൈലിൽ. ഇന്നിപ്പോൾ അവിടെ കഴിയാൻ പോകുന്ന പഠനം കഴിഞ്ഞ് ഇപ്പോൾ അവർ പരീക്ഷ എഴുതാൻ പോകുന്നുള്ളൂ. അപ്പോഴത്തേക്ക് ആ കുട്ടികളൊക്കെ പ്ലേസ്ഡ് ആണ് ഒരർത്ഥത്തിൽ. എന്നാൽ ഇവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് ചെന്നാൽ ഉറപ്പായിട്ട്. അപ്പോൾ ഇത്രത്തോളം പിന്നെ അംഗീകാരമുള്ള കോഴ്സുകൾ നടത്താൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി അവർക്ക് വളരെ ഉയർന്ന ലെവലിൽ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നൊക്കെ ഉള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും ഈ സഫ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു കുടുംബ സ്ഥാപനമല്ലേ? താങ്കളും ഒരു 7 സഹോദരന്മാരും അല്ലേ? അവരാണല്ലോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു സ്ട്രോങ് ടീമാണ് നയിക്കുന്നത് ശരിക്കും. ആ ഒരു കുടുംബപരമായ കുടുംബത്തിലുള്ള ഒരു 7 അംഗങ്ങൾ. ശരിക്കും അപ്പോൾ ഈ ഒരു കുടുംബ ബന്ധവും ബിസിനസ്സും ശരിക്കും ഒരു ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയാം അല്ലേ? രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ബിസിനസ്സിനും കുടുംബ ബന്ധങ്ങൾക്കും ഒരേ ഒരു പ്രാധാന്യം ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്ത് പോകും? സഫ ഗ്രൂപ്പ് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഒരു ഫാമിലി ബിസിനസ് സംരംഭമാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫാമിലിയിലുള്ള ജ്യേഷ്ഠാനുജന്മാർ 7 പേര് ആണ് ഇപ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സ്. ഞങ്ങൾ പിന്നെ ഫാദറിനും മദറിനും ഞങ്ങൾ 8 മക്കളാണ്.
അതിൽ 7 ആണും ഒരു പെണ്ണും. അതിൽ 7 ആണുങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ സഫ. എന്നാൽ തുടക്കം ഞങ്ങളുടെ ഒരു ബ്രദറായിരുന്നു. ജ്വല്ലറി ചെറിയ നേരത്തെ നമ്മുടെ 1990 മേലാറ്റൂർ തുടങ്ങിയ ഒരു ബ്രദറാണ്. പിന്നീട് ഓരോരുത്തർ വന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യുകയും പ്യുവർലി ഒരു ബിസിനസ് സംരംഭമായിട്ട് അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ എല്ലാവരും അതിനകത്ത് പലരും പല രീതിയിലുള്ള പല ഏരിയയിലായിരുന്നു. ഞാൻ പോലും വേറൊരു മേഖലയിലായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ജോലിയിലായിരുന്നു. ഒരു എംപ്ലോയി ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്. അത് ഒരു ജേർണലിസ്റ്റിക് ഫീൽഡിലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വന്ന് പിന്നെ ഇതിനകത്ത് എല്ലാവരും ജോയിൻ ചെയ്ത് അങ്ങനെ ഇന്ന് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഇന്ന് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ തന്നെയും ഗ്ലോബലി തന്നെ എമർജ് ചെയ്തിട്ടുള്ള പല സംരംഭങ്ങളും ഫാമിലി ബിസിനസ് സംരംഭങ്ങളാണ്. ഇന്ത്യയിലും തന്നെ എനിക്കറിയാം ടാറ്റ പോലെയുള്ള പിന്നെ അതുപോലെയുള്ള അതിന് ശേഷമുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതൊരു വലിയ സാധ്യത കൂടിയാണ്. ഈ ഫാമിലി ബിസിനസ് എന്നുള്ളത് ഒരു സാധ്യതയാണ്. അപ്പോൾ ഇത് സഫ ഗ്രൂപ്പ് ഫാമിലിയിലുള്ള പിന്നെ 7 സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് അത് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് അതിൻ്റെ ലീഡർഷിപ്പിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് തോന്നിപ്പോയത്. കാരണം ഇതിനെ റൺ ചെയ്ത് പോവുക, പ്രൊഫഷണലി ഇതിനെ മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് പോകണം, ഇതിനെ വളർത്തിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ അത് കേവലമായി വളർത്തില്ല, ഗ്ലോബലി ഇതിനെ വളർത്തിക്കൊണ്ട് പോകണം. അതോടൊപ്പം തന്നെ ഇതിനെ അടുത്ത തലമുറയിലേക്ക് ഇതിനെ കൈമാറും ചെയ്യണം. അത്രയും ഒരു വിഷൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ഇത് പിന്നെ അങ്ങനെ അതിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് ചെയ്യേണ്ടതാണ് പിന്നെ ഈ ഒരു ഫാമിലി ബിസിനസ് സംരംഭം എന്നുള്ളത് ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെട്ട ഉടനെ എന്ത് വെച്ചാൽ പിന്നെ പഠിക്കാനുള്ള പിന്നെ ആലോചനകളായി. അങ്ങനെ ഞാൻ IIM അഹമ്മദാബാദിൽ ഫാമിലി ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്തു. അത് അങ്ങനെ ആ കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ വളരെ ക്രമപ്രവൃത്തമായിട്ട് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടി കാര്യങ്ങളിൽ ക്ലാരിറ്റി വന്നു. പിന്നെ ഇതിൻ്റെ ഈ സാധ്യതകൾ എത്രത്തോളം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് വന്നു. ഈ ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സാധ്യതയാണ്. അധികം ആളുകളും മനസ്സിലാക്കാത്ത, ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ നാട്ടിൽ നല്ല സംരംഭകരായിട്ടുള്ള കുടുംബാംഗങ്ങളുണ്ടാവും. പക്ഷേ ഇവരൊന്നും ഇങ്ങനെ ഒരു ബിസിനസ്സിനകത്തേക്ക് ഒരുമിച്ച് ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് അവർ മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യതകൾ അറിയാത്തത് കൊണ്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇതൊരു വലിയ സാധ്യതയാണ്. അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത്. ഫാമിലി ബിസിനസ് റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതയാണ്. എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഉണ്ടായി വരുന്ന കുറേയധികം പോസിറ്റീവായിട്ടുള്ള ക്വാളിറ്റികൾ ഇതിനകത്ത് കയറി വരും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപടിക്രമങ്ങളിൽ, അതിൻ്റെ പിന്നെ ഹെറാർക്കിയിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് ഒക്കെ തന്നെയും ഒരു ഫാമിലി ഉണ്ടാക്കുന്ന ഒരു വൈബൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതിനകത്ത് തീർത്തും വളരെ ഒഫീഷ്യൽ ആവാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. അത് ഈ ഒരു ഇൻഡസ്ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലീഡർഷിപ്പിലുള്ള അത് ഒരു ഫാമിലി റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ബാക്കിയുള്ള, ഇപ്പോൾ ഞങ്ങൾക്ക് സഫ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏതാണ്ട് 600+ പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുണ്ട്. ഇവരിലേക്കൊക്കെ തന്നെ ഇത് പതുക്കെ ഇതിൻ്റെ മൂല്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എലമെൻസൊക്കെ തന്നെ ഇവരിലേക്ക് കൂടി ഡെഫിനറ്റ്ലി മാറും. അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അതിനകത്തേക്ക് അതായിപ്പോവും. അപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിൽ അതായത് പലതരത്തിലുള്ള ഫാമിലികളിൽ നിന്ന് വന്ന ആളുകളും ഇവിടെ ഒരു ഫാമിലി ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ പെർഫോമൻസിൽ കാണും, അവരുടെ ഇടപാടുകളിൽ കാണും, അവർ ബാക്കിയുള്ള സബോർഡിനേറ്റ്സുമായിട്ട് അവരുടെ ഇടപെടലുകളിൽ കാണും. അതുപോലെ തന്നെ അവർ നമ്മുടെ പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സും ബാക്കിയുള്ളവരൊക്കെയുള്ള ഇടപെടലൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു വ്യതിരിക്തമായിട്ടുള്ള ഒരു ക്വാളിറ്റി അതിനകത്തേക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിന്നുള്ള റീറ്റെയിലിനെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും കൊണ്ടുപോകാൻ തക്ക രൂപത്തിലുള്ള പിന്നെ ശക്തമായി എന്നുള്ളത് ഇതും തന്നെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയൊരു സാധ്യതയാണ്. നമ്മൾ ചെയ്യുന്നത് വളരെ കൃത്യമായും പഠിച്ചും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം.
താങ്കൾ ശരിക്കും വളരെ എഡ്യൂക്കേറ്റഡാണ്. പൊതുവേ ഈ ബിസിനസ് നമ്മൾ പൊതുവെ കേൾക്കാറ്, പൊതുവെ കുറേ കഷ്ടപ്പാട് സഹിച്ച് വിദ്യാഭ്യാസമില്ലാതെ ബിസിനസ് രംഗത്തേക്ക് വന്ന് അതിൽ വളർന്ന കുറേ പേരുണ്ട്. നമുക്ക് അറിയുന്ന കുറേ പേര് അങ്ങനെയാണ്, കൂടുതൽ കേട്ടതും അങ്ങനെയാണ്. ശരിക്കും വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസം ശരിക്കും താങ്കളുടെ ബിസിനസ്സിന് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, ശരിക്കും എത്രത്തോളം സഹായകമായിട്ടുണ്ട്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പിന്നെ എൻ്റെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് ഇന്നത്തെ അത്രയും അവസരങ്ങൾ ഉണ്ടായിരുന്നു, പഠിക്കാനുള്ള അവസരങ്ങൾ. ഒന്ന് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒന്നും പരിസരത്ത്, അപ്പോൾ അതുകൊണ്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ തന്നെ പരിസരത്ത് അന്നത്തെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാൾ 10ാം ക്ലാസ് വരെ കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം അവിടെ നിൽക്കും, ഡ്രോപ്പ് ഔട്ട് എന്നാണ്. പിന്നെ മുന്നോട്ട് പോകാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ദൂരെ യാത്ര ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ടോ അതിനൊന്നുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ളതും ബാക്കിയുള്ള സാമൂഹികമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ കാലത്ത്, എൻ്റെ ചെറുപ്പകാലത്ത്. പക്ഷെ ഞാൻ അതിന് ശേഷം 10ാം ക്ലാസ് കഴിഞ്ഞ്, ഈ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പിന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. കാരണം നമ്മളുടെയൊക്കെ തന്നെ പരിസരത്ത് സാധാരണഗതിയിൽ ഈ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുമ്പോൾ അത് പിന്നെ ഒരു അറബിക് എടുക്കലാണ് സാധാരണ. പക്ഷേ ഞാൻ കുറച്ച് വ്യത്യസ്തമായി മലയാളം എടുത്തത്. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ മലയാളം ഞാൻ 10ാം ക്ലാസ്സിൽ സെക്കൻഡ് ലാംഗ്വേജ് എടുത്തപ്പോൾ ലാംഗ്വേജ് എന്ന് പഠിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നല്ല സാറുമാരൊക്കെ ആയിരുന്നു അന്നത്തൊക്കെ നല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് പിന്നെ +2 പിന്നെ അന്ന് ശരിക്ക് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ പോലും ഞാൻ ഒരു റെസിഡൻഷ്യൽ ഒരു ഇതിനകത്ത് പോയിട്ടാണ് അവിടെ ചെയ്തത്. അതും പ്രൈവറ്റായിട്ട് എഴുതിയിട്ട്, യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ +2 പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് പിന്നെ അവിടുന്ന് വിടേണ്ടി വന്നു. വീട്ടിലെ സാഹചര്യവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പാടായിട്ട് അവിടുന്ന് അങ്ങനെ ഞാൻ ജോലി വളരെ അത്യാവശ്യമായ സാഹചര്യം വന്നു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജേർണലിസ്റ്റിക് ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടാൻ എന്നെ പ്രാപ്തമാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മലയാള പഠനമാണ്, മലയാള ഭാഷാ പഠനം. അത് ചില മലയാളത്തിൽ എഴുതിയാൽ തെറ്റില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അപ്പം അന്ന് എഴുതാൻ പറ്റിയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എന്താ വെച്ചാൽ ബുക്ക് എഡിറ്റിങ് കാര്യമായിട്ട് എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ പുസ്തകങ്ങൾ ഇങ്ങനെ പിന്നെ ഭാഷയിൽ തെറ്റില്ലാതെ അല്ലെങ്കിൽ തെറ്റുന്നു അങ്ങനത്തെ അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ആർജിച്ചു. പിന്നീട് പിന്നെ എഴുതാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ കുറച്ചും കൂടിയും പിന്നെ ഏതാണ്ട് 10 വർഷത്തിലധികം ഈ ഒരു ഫീൽഡിൽ ആയി. ഒരു പത്രപ്രവർത്തക മേഖലയിൽ കൂടി ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമുക്ക് പിന്നെ പഠിക്കാൻ, പുസ്തകങ്ങൾ വായിക്കാൻ, വായന എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പാഷനാണ് ഇന്നും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറയില്ല, പിന്നെ ഇന്ത്യയിലുള്ള മിക്കവാറും പിന്നെ വലിയ ലൈബ്രറികളിലൊക്കെ തന്നെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. കൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി മുതൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അത്രയും പോയിട്ട് ഇതെന്താ വെച്ചാൽ അന്ന് പുസ്തകങ്ങൾ കാണുക എന്നുള്ളത് തന്നെയും എനിക്ക് ഒരു വലിയ പിന്നെ താല്പര്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെ മിക്കവാറും എല്ലാം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് പിന്നെ മേലാറ്റൂരിലെ ഗ്രന്ഥശാല ഉണ്ട്, അവിടുത്തെ മിക്കവാറും പുസ്തകങ്ങൾ ഞാൻ ആ പീരീഡിൽ അതിന് ശേഷം ഇരുന്ന് ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വായനക്ക് പിന്നെ എനിക്ക് വായിക്കാൻ ഇന്നും ഞാൻ 2 മണിക്കൂർ വായിക്കാൻ വേണ്ടി മാറ്റി. എന്ന് പറഞ്ഞാൽ പഠനം തന്നെ. പക്ഷേ അതിനകത്ത് പിന്നെ ഓരോ സബ്ജക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പിന്നെ ഈ ഡിജിറ്റൽ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്യാനും എളുപ്പം ചൂസ് ചെയ്യാനും വായിക്കാനും കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ അധികം വായന ബിസിനസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയാലോ, ഓരോ കാര്യങ്ങൾ പഠിച്ചാലല്ലാണ്ട് പഠിക്കാതെ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഏതാണെങ്കിലും നമുക്കതിനെക്കുറിച്ചിട്ട് പിന്നെ അതേ സമയത്ത് ടെക്നിക്കലായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസവും ഒരാൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതിന് നമ്മളെന്ന് വെച്ചാൽ അതിലെ എക്സ്പേർട്ടുകളെ നമ്മുടെ കൂടെ കൊണ്ടുവന്നിട്ട് അവരിലൂടെ അത് നടക്കും. എന്നാൽ പോലും സാമാന്യമായിട്ടുള്ള ഒരു വിവരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പേഴ്സണലി ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഒരു ഫാമിലി ബിസിനസ്സിനെ കുറിച്ചിട്ട് IIM പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ നിരന്തരമായി ചെയ്യുന്ന പ്രോസസ്സ്, ഒരൊറ്റ കോഴ്സിനല്ല ചെയ്തത്. ഇപ്പോഴും IIM ഓരോരോ മാനേജ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ അനൗൺസ് ചെയ്യുമ്പോൾ എനിക്ക് കുറവുള്ള ഒരു പിന്നെ സബ്ജക്റ്റാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് പോയി ജോയിൻ ചെയ്യും. പിന്നെ അതിന് വേണ്ടി സമയം ചിലവഴിക്കും. അങ്ങനെ ഈ ബിസിനസ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടേയിരിക്കാൻ പിന്നെ ഇതുള്ളത് കൊണ്ട് നമുക്കെന്താ വെച്ചാൽ ആ നിലയ്ക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ചുള്ള
ഒരു അവഗാഹം നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമുക്കിതിനെ മൊത്തത്തിൽ ലീഡ് ചെയ്യാൻ, നമുക്ക് ലീഡർഷിപ്പിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഡർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ ബോധം, അവബോധം ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ഒരു സംരംഭത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ വളരെ ആവശ്യം എന്നുള്ളതിനേക്കാൾ അനിവാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ ഒരു പഠിക്കാനുള്ള ഒരിത് സഫ ഗ്രൂപ്പിൻ്റെ വളർച്ചയിൽ തന്നെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഫ ഗ്രൂപ്പ് ഇപ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, പുറത്തെത്തിക്കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആയിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും യാത്രകൾ അനിവാര്യമാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറേ ഇടയ്ക്ക് ഫോട്ടോസ് കാണേണ്ട പല രാജ്യങ്ങളിലത്തെ പോയതിൻ്റെ. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയുള്ള യാത്രകളാണോ കൂടുതൽ, അതോ യാത്രകൾക്ക് വേണ്ടിയുള്ള യാത്രകളാണോ? യാത്ര ഒരു അനുഭവമാണോ? യാത്ര താല്പര്യമാണെന്ന് എനിക്ക് മനസ്സിലായി, കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ യാത്രകൾ എത്രത്തോളം ബിസിനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞതിനാണ് അതിൽ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമാണ്. ഈ യാത്രയിലൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ. അത് ബിസിനസ്സിലും സ്വാഭാവികമായിട്ടും നമുക്ക് ഫലം. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു എക്സിബിഷനിലേക്ക് വേണ്ടി യാത്ര ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്യുവർലി അതിനു വേണ്ടി മാത്രം ഉള്ളതായിരിക്കും. പക്ഷേ അങ്ങനെ മാത്രമല്ല, അല്ലാതെ തന്നെ ഞാൻ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് പ്ലാനിനോടുകൂടി വെറുതെ അങ്ങ് പോക്കില്ല. നേരത്തെ തന്നെ പ്ലാനിനോടുത്ത് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനുള്ളൊരവസരവും സാഹചര്യം ഉണ്ടാകുന്ന നമുക്ക് യാത്ര ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30ഓളം രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പല രീതിയിലും. അതിൽ അധികം അവിടെയൊക്കെ ചെല്ലുമ്പോൾ സിമിലറായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രി, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ പോകും. അത് കാണാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. അതോടൊപ്പം തന്നെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ എംപവർ ചെയ്യാനും കൂടിയുള്ളതാണ്. നമുക്ക് ശക്തി കിട്ടും ഓരോ യാത്ര ചെയ്യണം. അതിപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങൾക്ക് പോകണമെന്നില്ല, നമ്മുടെ തന്നെ രാജ്യത്തുള്ള പലതരത്തിലുള്ള ഇതിനകത്തേക്ക്, ഈ ഓഫീസിനകത്തേക്ക് അടഞ്ഞിരിക്കുന്നതിന് പകരം ഇതിൻ്റെ പുറത്തേക്ക് പോയാൽ എവിടെയും, ഇപ്പോൾ ഇവിടെ ഒരു കഫ്റ്റീരിയയിൽ നമ്മൾ പോവുകയാണെങ്കിലും അവിടുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇങ്ങനെ ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ നിന്നൊക്കെ തന്നെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇൻപുട്ടായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അല്ല, അത് യാത്ര ചെയ്തില്ലെങ്കിൽ അതൊക്കെ നമുക്ക് തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുറവ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് യാത്രകളിൽ ഞാൻ പ്രത്യേകമായിട്ടും നല്ല താല്പര്യത്തോട് കൂടിയിട്ട് പോകുന്നത്. ജേർണലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സാഹിത്യകാരനാണെന്ന് മനസ്സിലാവും, എഴുതാറുണ്ട്, വായിക്കാറുണ്ടെന്നൊക്കെ മനസ്സിലായി. കലാകാരന്മാരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഫേസ്ബുക്കിലൊക്കെ കുറേ കണ്ടു. കുറേ സിനിമാ ഫീൽഡിലും അല്ലാതൊക്കെ ഉള്ള കുറേ. ശരി, കല എന്ന് പറയുന്നത് ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരസ്യം ഒരു വലിയ ഘടകമാണല്ലോ അല്ലേ? അപ്പോൾ പരസ്യം എന്ന് ശരിക്കും ഒരു കലയാണ്. അപ്പോൾ കല ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി കലാകാരമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? അത് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ വേറെ രീതിയിലുള്ള ബന്ധമാണോ, എന്താണ്? അല്ല, അത് ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയാണ് വളർന്ന് വരികയാണല്ലോ. അപ്പോൾ ഈ വളർച്ചയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ തീർച്ചയായിട്ടും ഈ നാടിൻ്റെ ഭൗതികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അതിൽ പലതരത്തിലുള്ള കലാകാരന്മാരുണ്ട്, പലതരത്തിലുള്ള കലകളൊക്കെ കൂടെ ഉൾക്കൊണ്ടതാണല്ലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളരെ വൈവിധ്യമാർന്ന കൾച്ചറുള്ള. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമ്മുടെ ഈ തരത്തിലുള്ള മുൻകഴിഞ്ഞ് പോയവരും പുതുതായിട്ടുള്ളവരും നിലവിലുള്ളവരുമായിട്ടുള്ള കലാകാരന്മാരുടെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം വളരുന്നത്. അപ്പോൾ ആ നിലക്ക് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്ക് ഇവരോട് ഭയങ്കര മതിപ്പ് തോന്നും. അത് നമ്മുടെ രാജ്യത്തിനെ വളർത്തുന്നതിൽ വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടാനും കുറച്ചും കൂടി അടുപ്പം പുലർത്താനും, അകന്ന് നിന്ന് കാണാൻ അടുക്കാൻ കഴിയാത്തവരെ നമ്മൾ അകന്ന് നിന്ന് വീക്ഷിക്കും, അവരുടെ ക്രിയേഷൻസ് കാണും, അല്ലെങ്കിൽ വായിക്കേണ്ടത് വായിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി കാണും, അവരുമായിട്ടിരിക്കും. അങ്ങനെ ഞാൻ മിക്കവാറും കേരളത്തിലെ വലിയ വലിയ സിനിമാ ഫീൽഡിലുള്ളവരാണെങ്കിലും ശരി, അതല്ലെങ്കിൽ എഴുത്ത് മേഖലയിലുള്ളവരാണെങ്കിലും ശരി, ജേർണലിസ്റ്റുകളാണെങ്കിലും ശരി, പൊളിറ്റീഷ്യന്മാരാണെങ്കിലും ശരി, രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ള വളരെ പ്രതിഭ ഉള്ള ആളുകളുണ്ട്. രാഷ്ട്രീയ രംഗത്തിൽ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല നോളേജുള്ള നന്നായിട്ട്
നല്ല കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ട്, എത്രയോ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തി അവരോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആ ഉപയോഗപ്പെടുത്തിയതിൻ്റെ പിന്നെ രേഖകളാണ് നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ. അത് നമുക്ക് വെച്ചാൽ അത് അങ്ങനെ തന്നെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭാഗ്യം എന്ന് പറയാവുന്ന അത് വലിയ വലിയ ആളുകളുമായിട്ട് പിന്നെ എനിക്ക് കലാകാരന്മാരായിട്ടൊക്കെ ആയിട്ട്, പക്ഷേ പണ്ട് കാലത്തായതുകൊണ്ട് പിന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പല വളരെ ലെജൻസ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന രൂപത്തിലുള്ള പലരായിട്ടും എനിക്ക് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെയുള്ള ഒരു ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഇപ്പോൾ പുതിയ കാലത്ത് നമ്മൾ എന്താ വെച്ചാൽ ഇവരൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അത് രേഖപ്പെടുത്തി വെക്കും, അത് ഡിജിറ്റലൊക്കെ ആയിട്ട് വെക്കും, അങ്ങനെ ഉള്ളതുണ്ട്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ ഈ വായന ഉള്ളതോടൊപ്പം തന്നെ ആളുകളുമായിട്ട് നേർക്കുനേരെ സംവദിക്കുക എന്നുള്ളത് അതിനേക്കാൾ നമുക്ക് പിന്നെ ആവേശം നൽകുന്നതും ഫലപ്രദവുമായിട്ടുള്ള കാര്യമാണ്. സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളൊരു 7 സഹോദരന്മാരാണ് ഇപ്പോൾ ഇതിനെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അടുത്ത തലമുറ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നതാണോ, അതോ അവർക്ക് അതിൻ്റേതായ രീതിയിലേക്കുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടോ, ഒരു താല്പര്യമുണ്ടോ ഈ ബിസിനസ്സിലേക്ക്? ഇപ്പോൾ പ്രത്യേകിച്ച് താങ്കളുടെ ഫാമിലി എങ്ങനെയാണ്? നമ്മളെ ഫാദറിനും മദറിനും 8 മക്കളാണ്. ആ 8 പിന്നെ 7 ആണും 1 പെണ്ണും. ഞങ്ങൾ ഈ 7 പേരാണ് സഫ ഗ്രൂപ്പിൻ്റെ ഡയറക്ടേഴ്സ്. ഞങ്ങളുടെ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ തന്നെ മക്കൾ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ മരുമക്കളൊക്കെ തന്നെ നമ്മുടെ ഈ ഓർഗനൈസേഷനുമായിട്ട് പറ്റാവുന്ന രൂപത്തിലുള്ള ഒക്കെ തന്നെ ഇതിനകത്തേക്ക് അവർ അടുത്ത ലെവലിൽ കാര്യങ്ങൾ ചുമതലയേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട ആളുകൾ പുറത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും മിക്കവാറും പിന്നെ കഴിവുള്ള അവരൊക്കെ നല്ല പ്രൊഫഷണൽസാണ്, നന്നായി പഠിച്ച് ബിസിനസ് പഠിച്ചിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ തന്നെ ബിസിനസ് പഠിച്ചവരൊക്കെ തന്നെ ഇതിനകത്തേക്ക് ഓരോരോ വെർട്ടിക്കലിൽ ചുമതലകളേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പിന്നെ എൻ്റെ മക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ വൈഫ് ഒരു ഹൗസ് വൈഫാണ്. പിന്നെ അതോടൊപ്പം തന്നെ മക്കൾ എന്ന് പറഞ്ഞാൽ 5 പേരാണ്. 5-ൽ പിന്നെ മൂത്ത 3 കുട്ടികൾ പെൺകുട്ടികളാണ്, പിന്നെ ഇളയത് 2 ആൺകുട്ടികളും. അപ്പോൾ അതിൽ ഈ മൂത്ത കുട്ടികളിൽ അവർ 3 ആളും മെഡിക്കൽ ഫീൽഡിലാണ്. എന്ന് പറഞ്ഞാൽ വലിയ മോള് പിന്നെ ഹോമിയോ ഡോക്ടറാണ്. അവരിപ്പോൾ അത് കുറേ വർഷമായിട്ട് അത് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേള് പിന്നെ ഡെൻറ്റിസ്റ്റാണ്. അവരിപ്പോൾ പിന്നെ ഡെൻറ്റിസ്റ്റാണ്. അതിൻ്റെ എല്ലാം അവരിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെൻ്റൽ PG എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേള് MBBS കഴിഞ്ഞാണ്, അവരും തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളിൽ വലിയ മോൻ അയാൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം UK കോൺട്രി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ PG ചെയ്തിട്ട് അയാളിപ്പോൾ ഇവിടെ ബിസിനസ് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ മോനെ അയാൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ ലണ്ടനിലെ ലീഡ്സ് യൂണിവേഴ്സിറ്റിയിൽ അയാൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മക്കൾ. പിന്നെ എന്താണെങ്കിലും ഓവറോൾ പറയുമ്പോൾ പിന്നെ വളരെ സംതൃപ്തമാണ്. അങ്ങനെ ഉണ്ടല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ബിസിനസ്. ഒരു നിലക്കും നമ്മുടെ വേറെ ഒന്നിനെയും പിന്നെ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അത് ഫാമിലി ലൈഫിന് സാധാരണഗതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഫാമിലി പിന്നെ ലൈഫിൽ പലപ്പോഴും പിന്നെ വേണ്ടത്ര ഇടപെടാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകാവുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സമാധാനമുണ്ട് എല്ലാറ്റിലും. എന്നുവെച്ചാൽ ഫാമിലിയെ നമുക്ക് കൂട്ടുപിടിക്കാൻ കഴിയുന്നു. പിന്നെ എൻ്റെ സ്വന്തം ഫാമിലിയെ, അതുപോലെ തന്നെ ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാവരെയും അങ്ങനെ ഒരു പിന്നെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ബിസിനസ്സിൻ്റെ പിന്നെ അതിൻ്റെ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ബാധിക്കുന്നില്ല. ഞാനിത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഒരു മോഡലായിട്ട് ഒരു മാതൃകയായിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും സ്വഭാവത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാനും പറ്റും. ഈ ഫാമിലി ബിസിനസ് അപ്പോൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തു അല്ലേ, അവർ ഒരുക്കി കഴിഞ്ഞു. അപ്പോൾ അത് ഈ സഫ ഗ്രൂപ്പിൻ്റെ അടുത്ത തലമുറ ഇതേപോലെ ഈ സഫ ഗ്രൂപ്പിനെ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് അനുമാനിക്കാം. തീർച്ചയായും അങ്ങനെ തന്നെ ആവും. വലിയൊരു കാര്യമാണ് ഈ ഫാമിലി ബിസിനസ്സിന് മുന്നോട്ട് പോവുക എന്നുള്ളത്. എന്തായാലും കുറച്ച് സമയം ഞങ്ങളെ ഈ മാംഗോ മൈക്കിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. താങ്ക് യു.